ഹലോ, ഇതൊരു കുഞ്ഞി വ്ളോഗാണേ. ഒരു ഷോപ്പിംഗ് വ്ളോഗെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 2 ദിവസത്തിന് ശേഷം ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആ ബാഗ് തൂക്കിയിരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. തൽക്കാലം എൻ്റെ ബംഗാളിയാണ് കേട്ടോ. അതെൻ്റെ ബാഗാണ്. എനിക്ക് തരാണ്ട് അവൾ തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞമ്മയുടെ ചെടിയുടെ വീഡിയോ ഇവിടെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഈ പൂക്കളൊക്കെ. അപ്പോൾ അനിയത്തിമാരോടൊക്കെ ബായ് പറഞ്ഞ് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോയൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് പിള്ളേരുണ്ട് കേട്ടോ. പിള്ളേർ അതിനകത്ത് നേരത്തെ സ്ഥലം പിടിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ചെക്കനും കൂടി പോവുകയാണേ. അപ്പോൾ അവൾ വീഡിയോ എടുക്കുവാണ്. എല്ലാം ഉറക്കമായി. ഒരാട്ടയ്ക്കകത്ത് എത്ര പേരെന്നറിയോ. അവസാനം ഫൈനലി നമ്മുടെ പനച്ചമൂട് രാമേന്ദ്രയിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഷോപ്പിംഗ് നടത്താനാണ്. ആക്ച്വലി എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് ഒരുപാടുണ്ടല്ലോ, ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മാത്രമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അത്യാവശ്യം വിലയും കാര്യങ്ങളും ഉണ്ട്. നമുക്കത് ഫീൽ ചെയ്യാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒരു എന്താ പറയുക, കസ്റ്റമർ കെയർ എന്ന് വേണമെങ്കിൽ പറയും. അവരുടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലായാലും ഡ്രസ്സിൻ്റെ അടുത്തൊക്കെ ആയാലും നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. പക്ഷെ വേറൊരു കടയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ സാരിയിലൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വിലയുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സാരിയെക്കാളും വില കിഡ്സ് സെക്ഷനിലാണ് കേട്ടോ. പെൺകുട്ടികളുടെ സെക്ഷനിൽ ഭയങ്കര റേറ്റാണ്. നമുക്ക് അടുക്കാൻ പറ്റാത്ത റേറ്റാണ് കേട്ടോ ഇച്ചിരി നല്ല ഡ്രസ്സിനൊക്കെ. അപ്പോൾ എൻ്റെ ചെക്കൻ എവിടെ നിർത്തിയാലും ചെക്കൻ പോയി തുണിയൊക്കെ എല്ലാം തള്ളിയിടും കേട്ടോ. പക്ഷേ പാവം ചേച്ചിമാർ പറക്കി വെക്കാൻ സാരമില്ല, അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയും. എന്നാലും പാവമല്ലേ, നമ്മൾ അവരെ ദ്രോഹിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഫൈനലി അനിയത്തിക്ക് സാരി എടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫൈനലി അവൾ സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാണ്. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് എടുക്കാം എന്നാണ് പ്ലാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് മാറ്റി നമ്മൾ ഒരു കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളറാണ് ഫൈനലി നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലൗസ് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നീട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സാരിയേക്കാളും ഡബിൾ റേറ്റ് ആയിരുന്നു ആ ബ്ലൗസിന്. പിന്നെ കളർ അത് വേണ്ടാന്ന് ഡിസൈഡ് ചെയ്തിട്ട് നല്ലൊരു ബ്ലൗസ് കിട്ടി കേട്ടോ. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചെക്കനാകെ ഒരു പിണക്കവും ചേച്ചിമാരോടെയും ചേട്ടൻ്റെ കൂടെയൊക്കെ പോയി കളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ പ്രശ്നമാണ്. ചേച്ചിയും ചേട്ടനും കൂടി അടി ഇടി ബഹളം ഒക്കെയാണ് ഗൈസ്. അവരുടെ വീട് പോലെ തന്നെയാണ്. അവർ എവിടെ നിൽക്കുന്നു അവിടെ. അപ്പോൾ എന്താണ്, കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്, എന്നാലും സാരമില്ല. അപ്പോൾ ഫൈനലി നമ്മൾ കുറേ ഫൈനലിയായി ഈ വീഡിയോയിലല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇതൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ്. എനിക്ക് കാണാനും ഒത്തിരി വലിയ വ്ളോഗൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് എൻ്റെ വ്ളോഗിന് ഞാൻ സമയം കുറച്ച് മതിയെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഷോർട്സൊക്കെ ഡെയിലി ഒരു 3-4 ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും പോയി കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു കടയിലും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ടും അവരവരുടെ വീട്ടിലോട്ടും. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.